നമസ്കാരം. CPM അതിന്റെ അവസാന നാളുകളിലൂടെയാണ് കടന്നു പോകുന്നതെന്ന പൊതുജനാഭിപ്രായം പലപ്പോഴായി പല ഭാഗത്തു നിന്ന് ഉയർന്നു കേൾക്കാറുണ്ട്. അക്ഷരാർത്ഥത്തിൽ അത് സത്യമെന്ന് യാഥാർത്ഥ്യമെന്ന് തെളിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. രാജ്യത്ത് ബ്രിട്ടീഷ് അധിനിവേശത്തിന് ശേഷം ഭരണം കൈയടക്കണമെന്ന മോഹവുമായി നടന്ന ചില അന്തംഗമ്മികൾ അവരുടെ പ്രവർത്തന മികവുകൾ കൊണ്ട് അല്ലെങ്കിൽ അവരുടെ പ്രവർത്തനത്തിന്റെ പ്രശ്നങ്ങൾ കൊണ്ട് പ്രസ്ഥാനം തന്നെ നശിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നാം ഇന്ന് കാണുന്നത്. അതിന്റെ ഏറ്റവും വലിയ തെളിവ് കേരളത്തിലേക്ക് നോക്കിയാൽ തന്നെ കൃത്യമായി മനസ്സിലാകുകയും ചെയ്യും. ശിഥിലമായിക്കൊണ്ടിരിക്കുന്ന CPMന്റെ അവസ്ഥയെ കുറിച്ച് തുറന്നടിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുകയാണ് ഒരു മാധ്യമ പ്രവർത്തകൻ. 2011 ബംഗാളിൽ തിരഞ്ഞെടുപ്പ് നിരീക്ഷിക്കാൻ പോയപ്പോൾ അവിടെ നിറയെ ചെങ്കൊടിയായിരുന്നു എന്നും, എന്നാൽ 2024 ആയപ്പോഴേക്കും അവിടെ പോയപ്പോൾ എങ്ങും ഒരു ചെങ്കൊടി പോലും കാണാൻ സാധിച്ചിട്ടില്ല എന്നുമാണ് ആ മാധ്യമ പ്രവർത്തകൻ പറയുന്നത്. ചില പോക്കറ്റുകളിൽ മാത്രം ചെങ്കൊടികൾ ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ. 5 തവണ ബംഗാളിൽ തിരഞ്ഞെടുപ്പ് നിരീക്ഷിക്കാൻ പോയിട്ടുള്ള മാധ്യമ പ്രവർത്തകനാണ് ഈ അവസ്ഥ പങ്കുവച്ചിരിക്കുന്നത്. 2024 പ്രധാന പോരാട്ടം BJPയും തൃണമൂൽ കോൺഗ്രസും തമ്മിലാണെന്ന് അദ്ദേഹം പറയുന്നു. എന്തായാലും ഒരു ഇഞ്ചിലും കടുത്ത പോരാട്ടം നടക്കുന്ന സംസ്ഥാനമാണ് ബംഗാൾ എന്നും ലേഖകൻ പറഞ്ഞു. ആകെയുള്ള 42 സീറ്റുകളിൽ 39 മണ്ഡലങ്ങളിലും BJPയും തൃണമൂൽ കോൺഗ്രസും തമ്മിലാണ് അവിടെ മത്സരം നടത്തുന്നത്. ആകെ 3 സീറ്റുകളിലും 2 എണ്ണത്തിൽ തൃണമൂലും കോൺഗ്രസും തമ്മിൽ, ഒരിടത്ത് തൃണമൂൽ കോൺഗ്രസും CPMും തമ്മിലാണ് പോരാട്ടം. മുർഷിദാബാദിൽ മാത്രമാണ് CPM ഇപ്പോഴുള്ളത്. അവിടെ അവർ തൃണമൂലുമായി മത്സരിക്കുന്നു. കോൺഗ്രസ് ആകട്ടെ 2 ഇടത്ത് മാത്രം, അതായത് മാൽഡയിലും ബഹ്റാംപൂരിലുമാണ് മത്സരിക്കുന്നത്. അവിടെ അവർ തൃണമൂലുമായാണ് പോരാടുന്നത്. ഇത്തരത്തിൽ ബംഗാളിലുള്ള കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ് എന്ന തെളിവുകൾ പുറത്തു വരികയാണ്. ഇനി വൈകാതെ തന്നെ ഇതേ അവസ്ഥ തന്നെയായിരിക്കും കേരളത്തിലും. കേരളത്തിൽ ഇപ്പോൾ ചില ഭാഗത്തു നിന്നെല്ലാം കമ്മ്യൂണിസ്റ്റുകാരും കൊടികളും എല്ലാം കാണുന്നുണ്ടെങ്കിൽ പോലും ഒരു 2-3 വർഷം കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പ്രസ്ഥാനം തന്നെ ഇല്ലാതാകും എന്ന കാര്യത്തിൽ സംശയം വേണ്ട. എന്തായാലും കമ്മ്യൂണിസം ഇനി ജനം സ്വീകരിക്കില്ല എന്നത് ഈ റിപ്പോർട്ടിൽ നിന്നെല്ലാം വ്യക്തമാകുകയാണ്. അത് മാത്രവുമല്ല, കമ്മ്യൂണിസത്തിന്റെ പ്രാരംഭകാലത്തെ പ്രാധാന്യത്തോടും പ്രൗഢിയോടും ചെറിയൊരു രീതിയിലെങ്കിലും പ്രവർത്തിച്ചു വരുന്നത് ഇന്ന് കേരളത്തിൽ മാത്രമാണ്. അതിന്റെ അവസ്ഥയാണെങ്കിൽ വളരെ മോശമായ രീതിയിലാണ് പോകുന്നത്. പലരും അതിനുള്ളിൽ വളരെയധികം ബുദ്ധിമുട്ടിയാണ് മുന്നോട്ട് പോകുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ. പ്രസ്ഥാനത്തിന് അകത്തുള്ളവർ പോലും ഇപ്പോൾ ഈ പ്രസ്ഥാനത്തോട് മടുപ്പ് തുടങ്ങിയിരിക്കുന്നു എന്ന് പൊതുവായി പറയാൻ തുടങ്ങിയിരിക്കുന്ന സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. അധികാരം തലയ്ക്ക് പിടിച്ച് ഇടത് നേതാക്കൾ പ്രസ്ഥാനത്തിന്റെ പേര് കളങ്കപ്പെടുത്തുന്നു എന്നത് തന്നെയാണ് ഇത്തരത്തിൽ പ്രസ്ഥാനത്തിലുള്ള ചില സഖാക്കന്മാർ പ്രസ്ഥാനത്തോട് മടുപ്പ് പ്രകടിപ്പിക്കാനുള്ള പ്രധാന കാരണമായി മാറിയിരിക്കുന്നതും. അത് മാത്രവുമല്ല, ഇടത് നേതാക്കന്മാരുടെ പ്രതിനിധിയായി നിലവിൽ അധികാരത്തിലുള്ള ഏക മുഖ്യമന്ത്രിയാണ്, അത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയായ പിണറായി വിജയനാണ്. അദ്ദേഹം അഴിമതികൾ ഓരോന്നോരോന്ന് ചെയ്തു കൂട്ടുന്നു എന്നത് മാത്രമല്ല, പ്രസ്ഥാനത്തിന് വേണ്ടി ഒന്നും തന്നെ ചെയ്യാൻ അദ്ദേഹം തയ്യാറാകാറുമില്ല. അതുകൊണ്ട് തന്നെ പിണറായി വിജയൻ അധികാരത്തിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ രാജ്യത്ത് തന്നെ കമ്മ്യൂണിസത്തിന്റെ പ്രാധാന്യം കുറയുമെന്നത് ഉറപ്പ്. നിലവിൽ 8.5 വർഷത്തോളമായി അദ്ദേഹം ഭരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇനി 1.5 വർഷം കൂടി അദ്ദേഹത്തിന് ഇപ്പോഴുള്ള മുഖ്യമന്ത്രി സ്ഥാനം തുടരാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ നോക്കുകയാണെങ്കിൽ രാജ്യത്ത് നിന്ന് തന്നെ കമ്മ്യൂണിസം ഇല്ലാതാകാൻ ശേഷിക്കുന്നത് ഇനി ഏകദേശം വെറും 1.5 വർഷം കൂടെ മാത്രമേ ഉള്ളൂ എന്നാണ് വിലയിരുത്തൽ.